പക്ഷെ എന്നാലും ഞാൻ എന്നെ ഊട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എന്നെ ഊട്ടി കൊണ്ടുപോയില്ല. ഞാൻ എന്റെ വാക്ക് പാലിച്ചത് ഹണിമൂൺ ആഘോഷിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ എന്റെ വാക്ക് പാലിച്ചില്ലേ? എന്നെ ഊട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്നെ ഊട്ടി കൊണ്ടുപോയില്ല. എന്നെ ഊട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ ഊട്ടി കൊണ്ടുപോയില്ലല്ലോ. ഊട്ടി ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, പിന്നെ ഞാൻ എങ്ങനെ കണ്ടുവന്നെ? നിന്നോട് പറഞ്ഞല്ലോ കൊടൈക്കനാൽ കാണാൻ പറയാം, നീ കൊടൈക്കനാൽ വന്നില്ലല്ലോ. കൊടൈക്കനാൽ ഞാനും കണ്ടിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ കൊടൈക്കനാൽ വരാത്തെ. ആണോ? ഇതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കാണാൻ സ്ഥലമാണ് മൂന്നാറ്. അതുകൊണ്ടാണ് ഞാൻ മൂന്നാറ് കൊണ്ടത്. നീ ഒന്നും മനസ്സിലാക്കണം, ഞാനൊരു സാധാ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. തുച്ഛമായ വരുമാനത്തിലാണ് നടക്കണം, അറിയാലോ. അതൊന്നും അല്ല, നിങ്ങളുടെ പിശുക്കൊണ്ടാ നിങ്ങൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലുള്ള ഒരു സ്ഥലത്തേക്ക് വന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണത്തിന് അന്നേ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ ഭയങ്കര പിശുക്കനാ. എങ്ങനെ ബന്ധുക്കളെല്ലാം ടൂറിസ്റ്റ് ബസ്സിൽ കൊണ്ടുവരാനുള്ളതിന് നിങ്ങൾ പെട്ടിയോട്ടൊക്കെ ട്രിപ്പ് അടിക്കുമല്ലായിരുന്നോ? അതെല്ലാം പറഞ്ഞു കാറ്റും വെളിച്ചം കിട്ടുന്ന വണ്ടി വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുവന്നത്. അതൊന്നും അല്ല. ഈ തണുപ്പടിച്ചപ്പോഴേ വലിവുണ്ടായിരുന്നല്ലോ പണ്ട്. നിങ്ങൾക്ക് പണ്ട് വലിവുണ്ടായിരുന്നോ? കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. അതെന്താ എന്നോട് പറയാഞ്ഞേ? അത് എങ്ങനെ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ഈ മറ്റേ ആന്ധ്ര പോയി മുഷി വിഴുങ്ങി. മീനില്ലേടി മുഷി, അത് വിഴുങ്ങി മാറ്റി. മീൻ എന്തിയേ? ഇത്രയും നാളായില്ലേ, അത് കൊക്കോപ്പുഴു തിന്നില്ലേ അതിനെ? കൊക്കോപ്പുഴു ഉണ്ടോ? കൊക്കോപ്പുഴു ഉണ്ടോന്നോ? 6 മണിയാകുമ്പോ നീ ഒന്നാലേക്ക് എന്റെ കണ്ണിന് കാഴ്ചയില്ല, ആളെ വെരിക്കോസ് ഉണ്ട്, നഖം കുഴിഞ്ഞു കുത്തുന്നുണ്ട്, അതും കൂടെ ഉണ്ട്. ഇതൊന്നും പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് ഷൈൻ ചെയ്യാറില്ലല്ലോ. അപ്പൊ എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. കൊളസ്ട്രോള് മോനെ എല്ലാം ഉണ്ടല്ലേ? പിന്നെ ചേട്ടാ, ഒരു സർക്കാർ ജോലിയൊക്കെ കിട്ടുന്ന ഒരാളെ കെട്ടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഈ സർക്കാർ ജോലിയൊക്കെ. നീ സർക്കാർ ജോലി അപേക്ഷിച്ചെങ്കിൽ നീ PSC ആണ്ട് കുറച്ച് എഴുതാൻ പോയായിരുന്നല്ലോ. ഞാൻ എഴുതാനൊക്കെ പോയായിരുന്നു. പക്ഷേ ഏട്ടാ, ഭാഗ്യവും യോഗവും വേണം ഈ സർക്കാർ ജോലി നമുക്ക് കിട്ടണമെങ്കിൽ. നിന്റെ ഒരു കൂട്ടുകാരി എഴുതിയിട്ട് എന്റെ കിട്ടിയില്ലോ. അവക്ക് ഭാഗ്യമുണ്ട് യോഗവും ഉണ്ട്, അതുകൊണ്ട് അവക്ക് ജോലി കിട്ടി. അതിന് നിനക്ക് ഭാഗ്യവും യോഗവും ഇല്ലാത്ത? എന്റെ ഏട്ടാ, എനിക്ക് എവിടുന്ന് ഭാഗ്യവും യോഗവും? അവക്ക് അവിടെ ഭർത്താവ് മരിച്ച പോസ്റ്റിലാ ജോലി കിട്ടി. എനിക്ക് യോഗം ഉണ്ടെങ്കിൽ കിട്ടും. നിനക്ക് യോഗം ഉണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും, അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചാവുന്നല്ലേ നീ പറഞ്ഞു? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളല്ലേ ആയുള്ളൂ ചേട്ടാ. അങ്ങനെ ചേട്ടൻ ഞാൻ ആവാൻ അങ്ങ് വിടുവോ ചേട്ടാ? എന്നാൽ ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് ഫീലൊക്കെ എനിക്ക് വരുന്ന കേട്ടോ. എന്തോ ഒരു എനിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ഒരു വല്ലാത്തൊരു ഫീലൊക്കെ. ചേടാ, ഞാനിത് പണ്ട് വന്ന ലോഡ്ജാണുള്ളത്. ഭ്രാന്തന്മാരെ പേരും മാറ്റി. ഇവിടെ എങ്ങനെ പറയും? എന്ത് ചേട്ടാ പറഞ്ഞേ? അല്ല അതെ മോളെ, അതെ നമ്മളെ ഈ റിസപ്ഷനിൽ ഇരിക്കണ കുറെ ഭ്രാന്തന്മാരുണ്ടല്ലോ, മെമ്മറി പോയിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവരെന്നെ കാണുമ്പോ ചോദിക്കും, പണ്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ, വേറെ ഒരാളെയും കുട്ടിയാണല്ലോ വന്നേന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും. ഞാനതൊന്നും വിശ്വസിക്കത്തില്ല. കാര്യമാക്കരുത്. ഞാൻ വിശ്വസിക്കത്തില്ല, സത്യമായിട്ടും വിശ്വസിക്കത്തില്ല. അത് മതി. ആരും ഇല്ല, ആരും കാണുന്നില്ലല്ലോ ഏട്ടാ. ഹലോ സാർ, തൂക്കുന്ന ഏട്ടാ, ഇവിടുത്തെ മാനേജറെ കണ്ടായിരുന്നോ? മാനേജർ അല്ലേ? മാനേജറെ മാനേജർ പറഞ്ഞിട്ട് കാര്യമില്ല. അതാ മാനേജറോടെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും. എക്സ്ക്യൂസ് മീ, ഞങ്ങള്. അയ്യോ, അപ്പൊ തൂക്കുന്ന ഏട്ടൻ. എടാ, എന്നാ മാഡം? അല്ല, ഞങ്ങക്ക് മാനേജറിയെ കാണണ്ടേ? നിങ്ങൾക്ക് ആരെയാ കാണണ്ടെന്ന് പറ. ഞങ്ങൾക്ക് മാനേജറെ കാണണം. ഇച്ചിരി മെനക്കെട്ട പരിപാടി, അതുകൊണ്ട്. മാനേജർ എല്ലാം ചേട്ടൻ തന്നെയാണോ? അതെ അതെ, മാനേജർ എല്ലാം എന്റേതാണല്ല. എന്താണ്? ഞങ്ങളെ ഓഹോ വഴിയാ വന്നേ. ഓഹോ ഓഹോ ആപ്പ് വഴി ബുക്ക് ചെയ്ത് കല്യാണം കഴിച്ചവരാണ് ഞങ്ങള്. അതെന്തിനാ എടുത്തു പറയുന്നേ? അല്ല, അത് പറയണ്ടേ. 10-16 വർഷമായി. അതെനിക്ക് വിഷയമല്ല. എവിടെയോ നല്ല പരിചയം ഉണ്ടല്ലോ. എന്നെയോ? അല്ല, അതെന്താന്നറിയാട്ടാ, ചേട്ടൻ പറഞ്ഞില്ലേ ചില മാനേജർമാര് പ്രാന്തന്മാരാണ്, അവർക്ക് മെമ്മറിയൊക്കെ പോയിരിക്കുവാന്ന്. അതുപോലെ ഒരു പ്രാന്തനായി. അതെ, പേരെന്ന് പറയൂ. പേര് രാമൻ തുളസി. രാമൻ തുളസി. നോക്കട്ടെ, ബുക്ക് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. രാമൻ തുളസി. വീട്ടുപേര്? തുളസിത്തറ. അച്ഛന്റെ പേര്? കൃഷ്ണ തുളസി. അമ്മയുടെ പേര്? കാട്ടു തുളസി. ബുക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം കാട്ടിലല്ലേ? ഐഡന്റിറ്റി കാർഡ് ഒന്നും വേണ്ടല്ലോ. ഉണ്ട്, ചേട്ടൻ്റെ ഉണ്ട്, കൊടുക്കേട്ടാ. ഞാൻ എടുത്തില്ല. നീ നിന്റെ കയ്യിലല്ലേ ഐഡന്റിറ്റി കാർഡ്? എടുത്തില്ല. ഞാൻ ടേബിളിന്റെ പുറത്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, അവിടെ ചെല്ലുമ്പോ ഹോട്ടലുകാർ ചോദിക്കും ഇത് നിർബന്ധമായിട്ട് എടുക്കണം. 6 മണി കഴിഞ്ഞാൽ
കണ്ണു കാണത്തില്ലാത്ത എന്നോട് നിങ്ങൾ ഈ സംഭവം ഓഹോ വഴി ബുക്ക് ചെയ്തതാണോ? നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ തുളസി. പിന്നെ പക്ഷെ ഐഡന്റിറ്റി കാർഡ് വേണം, അത് വെച്ചാലേ നമുക്ക് ഇവിടെ ലോഡ്ജിൽ. അല്ല, ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ മറന്നു വരും. ശരിക്കും ഞങ്ങൾ ഭാര്യ ഭർത്താവ് കേട്ടോ. സത്യമായിട്ടും അത് വീട് ഈ പേപ്പറിലൊക്കെ നിങ്ങൾ വായിക്കാറില്ല. എന്തെങ്കിലും കേസ് കെട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അകത്ത് പോകേണ്ടി വരും. ഐഡന്റിറ്റി കാർഡിൽ ഇവിടെ കേറ്റൂല. ഈ സന്ധ്യ കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാൻ? എങ്ങോട്ടെങ്കിലും പോകാൻ എനിക്കറിയണ്ട. വിട്ടോ ചേട്ടാ, ഞങ്ങൾക്കൊരു റൂം താഴെട്ടാ. നടക്കില്ല ചേട്ടാ, എന്താ വായേട്ടാ? പിന്നെ അങ്ങനെ റൂമില്ലെന്ന് നമുക്ക് ഇവിടെ വേറെ ഹോട്ടൽ ഉണ്ടോ നോക്കാം. നാളെ പോയ ജീപ്പ് കിട്ടും. അതിന് നമുക്കങ്ങ് പോയാല് ഞാൻ പറഞ്ഞ കേക്കടി, നമ്മൾ ഒരു കാര്യം കാണിക്കുന്നത് ഇങ്ങോട്ട് വാ. ഞാനങ്ങ് വന്നോണ്ടിരിക്കുവല്ലേ. ഒറ്റടിക്ക് അങ്ങ് ചൂടായി അങ്ങ് പോകാതെ. അതൊരു നിയമവശങ്ങളാണ് ഇതൊക്കെ. ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണമല്ലോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പോവല്ലേ. 4 മാസമായി ആരെങ്കിലും വന്നിട്ട് കറണ്ട് ചാർജ് പോലും അടക്കാൻ രക്ഷയില്ല. നിങ്ങൾ മാഡം നിങ്ങൾ ഇവിടെ നിൽക്കേ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളപ്പം ഇത് റെഡി അല്ലേ? ഒരു കാര്യം ചെയ്യും, ലേറ്റ് മാരേജ് ആയിരുന്നു കേട്ടോ. ആണല്ലോ, അതെ അകപ്പാട് കൺഫ്യൂഷൻ എനിക്ക് തോന്നിയത്. അതെന്നാ സാറ് താമസിച്ച ലേറ്റ് ആകാൻ? മനസ്സിനിണങ്ങിയ ഒരാളെ കിട്ടണ്ടേ? ഓ, അപ്പൊ ചേട്ടന് മനസ്സിനിണങ്ങിയ പെണ്ണാണോ ഞാനേ? മനസ്സിനിണങ്ങിയത് കിട്ടാത്തത് കൊണ്ട് കിട്ടിയത് ഞാൻ അങ്ങ് കെട്ടി, അത്രേ ഉള്ളൂ. ഞാനെന്നാലേ 50 വയസ്സ് കഴിഞ്ഞൊരു മധ്യവയസ്കരെ കെട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് അങ്ങനെ കെട്ടിയതായി ചേട്ടനെ. ഓ, സമ്മതിച്ചു. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യാ, 108 പോകും. 108. എന്നാ പിന്നെ ചേട്ടൻ ഞാൻ ഇതെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് വരാം. ചേട്ടൻ ഇവിടെ നോക്കണം, ഫുഡ് വല്ലതും കിട്ടുമെന്നൊക്കെ. എല്ലാം എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സാർ അതെ, നല്ല തണുപ്പാ. അതെ, തണുപ്പ് മാറ്റാൻ. തണുപ്പ് മാറ്റണം. ഇവിടെ വന്നാലേ ഇതാണ് അടിച്ചു പൊളിയാണ് എല്ലാവർക്കും. തണുപ്പൊന്ന് മാറ്റി കിട്ടിയാൽ നമ്മൾ ഓക്കെ. അല്ല, ഇത് തണുപ്പിന് നല്ലതാ. ഇതല്ലെന്ന് ചേട്ടാ, ചേട്ടാ പറ്റത്തില്ല ചേട്ടാ, പറ്റത്തില്ല. ചേട്ടാ ഇവിടെ വാളില്ല. ഇത് ഡീസന്റ് ആയിട്ട് നടത്തുന്ന ലോഡ്ജാണ്. ഇവിടെ വാളുണ്ടാവില്ല. ഒരു ഒറ്റ വെള്ളാടിയന്മാർ ഞാൻ അതിനകത്ത് കേട്ടില്ല. അവരുണ്ടെങ്കിലേ വാൾ വെക്കൂ. എന്ത് വാളാടോ? എടോ, ആ റൂമിന്റെ ഒരു ഭിത്തി ഇല്ലെന്ന്. നമ്മൾ എന്തിനാ ഈ ഭിത്തി കിട്ടണത്? ഒരു മരം കിട്ടാൻ വേണ്ടി ആണല്ലോ. അവിടെ ആരെങ്കിലും അതിന്റെ പുറകിലുണ്ടോ? കാടും മലയും മനോഹരമായ സുന്ദരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണം. അവിടെ എന്തിനാണ് ഭിത്തി? സുഖമായിട്ട് ആസ്വദിക്കാം. അല്ല, അവിടെ വലിയ കാടല്ലേ? ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരില്ല. വരും മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ അങ്ങ് പൊക്കോന്ന്. ഒരു കുഴപ്പമില്ല, ഇതൊക്കെ അങ്ങനെ തുറന്നു കിടക്കുന്ന സ്ഥലമല്ലേ. ഈ ഒരു ആന കുത്തി പൊളിച്ചായിരുന്നു, പിന്നെ നന്നാക്കാനും നിന്നില്ല. ഫുഡ് ഇവിടെ 3 സ്റ്റാർ ഹോട്ടലാണ്. 3 നക്ഷത്രങ്ങൾ ബാക്കി തൂക്കിട്ടിരുന്നുണ്ടല്ലേ? 3 നക്ഷത്രം, അതാണ് 3 സ്റ്റാർ. സാർ ഇവിടെ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡുകൾ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുറത്ത് പോയി കഴിക്കാൻ പറ്റില്ല. ഇവിടെ എന്നാ ഉള്ളത്? ഉണ്ട്, പക്ഷെ ചാർജ് കൂടും. എത്രയാന്ന് പറഞ്ഞാൽ മതി. ഒരു 2500 രൂപ 3000 രൂപ ഒരു പ്ലേറ്റിന്. എന്നതാ? കപ്പയും കാന്താരി മുളകും. 2 പ്ലേറ്റിന് 5000 രൂപ. വെറും 5000 രൂപ. ഞാൻ കപ്പത്തോട്ടം അല്ല ചോദിച്ചത്, കപ്പ പുഴുങ്ങിയതാ. അവിടെ നിറയെ എലി ചേട്ടാ. കുറച്ച് വലുപ്പത്തിലുള്ള മുട്ടൻ എലി. എലി അവിടെ കിടന്നുണ്ട്, അതിനെ നിങ്ങൾ ഓടിക്കല്ലേ? എന്താ? അതൊക്കെ ഇവിടുത്തെ അന്തേവാസികളാണ്. എലിയോ? ഒരു 1 എലി ഉണ്ടോ? മീനാക്ഷി, പെങ്ങളാണോ? എത്രയായി വരുന്ന ഗസ്റ്റുകളെ നിങ്ങൾ ഉപദ്രവിക്കുന്നത്? ഇവിടെ ഇപ്പുറത്തെ തേങ്ങാക്കൊത്ത പൂളി വെച്ചിട്ടുണ്ട് എന്ന് കടിച്ചു കഴിഞ്ഞപ്പോ അവൾ ഒന്നാമത് പ്രഗ്നന്റ് ആണ്. പിന്നെ വല്ല വഴി നടക്കുക. ഇവിടെ ഉള്ളതാ അതൊക്കെ. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല? എന്റെ പൊന്നിയേട്ടൻ, ഞാൻ ആ ബാത്റൂം അങ്ങോട്ട് തുറന്നതുമല്ല, എന്തോരം വെള്ളം വന്നിട്ട് ചാടി ഇങ്ങോട്ട് വന്ന ഒറ്റ കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. വെള്ളം ചാടി. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞങ്ങള് കാട് കാണണം, ആന കാണണം, വെള്ളച്ചാട്ടം ഒക്കെ കാണണം. ആണല്ലോ. ഇപ്പൊ വെള്ളച്ചാട്ടം കണ്ടില്ലേ? ഇത് തന്നെയാണ് വെള്ളച്ചാട്ടം. നല്ല സൗണ്ടും ആയിരിക്കും, ഫോഴ്സിൽ വെള്ളവും വരും. ഇത് തന്നെ, ഇത്രേ ഉള്ളൂ. പിന്നെ ആന അത് രാത്രിക്ക് വരും. അതിലെ കൂടെ വരും. നമ്മുടെ റൂമിലെ കൂടെ. കടുവ. അത് നമ്മൾ കാര്യമാക്കണം. നിങ്ങൾ പേടിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പേടിയില്ലേ? ഞാൻ എന്തിനാ പേടിക്കണം? എത്ര വർഷമായി ഞാൻ സന്ധ്യക്ക് 6 മണി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും. ഞാൻ ഇവിടെ നിൽക്കൂല. ഞങ്ങളെ ആനയ്ക്ക് പിടിച്ചു കൊടുത്തിട്ട് നീ വീട്ടിൽ പോകുന്നു. അല്ല, അത് ഇവിടുത്തെ ഒരു സിസ്റ്റമാറ്റിക്കൽ അറേഞ്ച്മെന്റ് ആണ്. ചേട്ടാ, നമുക്ക് പോവാം. ഇന്നത്തെ ഒരു ദിവസം വേണമെങ്കിൽ
ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം. പോകരുത് ഈ റൂം. ഏതായാലും ഇന്ന് ഇവിടെ കിടക്കുന്നു. ചക്കരേ മുത്തേ നിങ്ങളുടെ പിശിക്ക എല്ലാത്തിനും കാരണം. ഞാൻ അന്നേരം പറഞ്ഞത് ഊട്ടിപ്പോ നല്ല റൂം എടുക്കാമെന്ന് കേട്ടില്ല. നേരം വിളക്കുമ്പോ റൂമിൽ. പക്ഷെ എനിക്ക് ആ റൂമിൽ പോകാൻ പേടിയാ. നമുക്ക് ഇവിടെ വാങ്ങി കിടക്കാം. ഞാൻ പായ എടുത്തോണ്ട് വരാം. അയ്യോ എനിക്ക് പേടിയാണ്. എന്റെ അമ്മ പ്രശ്നമില്ല, നിങ്ങൾ എൻജോയ് ചെയ്യണം അത്രയും. ഓ ഭയങ്കര എൻജോയ്. ആന എപ്പോഴാ ഇറങ്ങുന്നേ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ എന്നാ ഗുഡ് ആന എപ്പോഴാ ഇറങ്ങുന്നേ? ആന എപ്പോഴാ ഇറങ്ങുന്നേ? ഞാൻ പേടിച്ചു. ഗുഡ് നൈറ്റ്. പുലി എപ്പോഴാ? കിടന്നു ഉറങ്ങ് ധൈര്യമായിട്ട്. ചേട്ടാ എനിക്ക് പേടിയേട്ടാ. നീ കിടക്ക്. ചേട്ടൻ കിടക്കുന്നില്ലേ? ഹണിമൂണിന് വന്ന വരവേ ദൈവമേ വരാന്തേ കിടക്കുവോ? ഓ ഇങ്ങനെ ഒരു ഹണിമൂണ് ലോകത്ത് ആർക്കും കൊടുക്കല്ലേ. കിടക്ക മനുഷ്യ. എനിക്ക് പേടിയാന്നേ. അയ്യോ നാരായണ 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 നാരായണെന്നോ? എനിക്ക് പേടിയാണേ എന്റെ അമ്മച്ചി. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ കരിമ്പുലി കയ്യിൽ നിന്നിട്ട് ഞാൻ പേടിച്ചു പോയി. എന്ത് പറ്റിയെന്നോ? ഇയാളെ കണ്ടിട്ട് ഞാൻ പേടിച്ചു. ഇയാൾ എന്തിനാ വന്നേ? ഒളിഞ്ഞു നോക്കിയേ. അല്ല ഞാനേ അത് ഒരു കാര്യം അവിടെ കിടന്നു. ചേട്ടൻ ഒന്ന് ജസ്റ്റ് മാറി കിടക്കണേ. ആനച്ചാൽ ആന അപ്പൊ ഞാൻ കിടക്കുന്ന അത് കടുവ വന്ന വഴിയാ. എനിക്ക് പേടിയാ ചേട്ടാ. നമുക്ക് പോവാൻ ചേട്ടാ. നമുക്ക് ഇങ്ങനെ പേടിക്കല്ലേ, ധൈര്യമായിട്ടിരിക്കേ. ചേട്ടാ എനിക്ക് ബാഗ് റൂമിലുണ്ട്, എടുത്തോണ്ട് വാ. അയ്യോ ആന പിടിച്ചോണ്ട് പോവല്ലേ, വേഗം പറഞ്ഞേ. 50 ജോലി കിട്ടും. എന്നാലും വേണ്ട, എനിക്ക് ഊട്ടിക്ക് പോണം. നമുക്ക് ഊട്ടിക്ക് പോവാം. ഇല്ല എനിക്ക് ഊട്ടിക്ക് പോണം. എനിക്ക് ഊട്ടിക്ക് പോണം. ഈ സമയത്ത് വാശി പിടിക്കരുത്. ഊട്ടിക്ക് പോവാം നമുക്ക്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ? എനിക്ക് കൊടൈക്കനാൽ പോണം. എനിക്ക് ഊട്ടിക്ക് പോണം. നിങ്ങൾക്ക് എവിടെയാ പോണ്ടത്? എനിക്ക് കൊടൈക്കനാൽ. വിട്ടോ. എവിടെയാ പോണ്ടത്? എനിക്ക് ഊട്ടിക്ക്. ഞാൻ കൊടൈക്കനാൽ പോയിട്ട് അയ്യോ ചേട്ടാ അയ്യോ ഞാൻ തന്നെ പോയിട്ട് എന്താ കാര്യം? എന്റെ ഭാര്യ കൊണ്ട് ഞങ്ങക്ക് ഹണിമൂണുള്ള. കൊടൈക്കനാൽ താല്പര്യം ഇല്ലല്ലോ, ഊട്ടിയല്ലേ താല്പര്യം. നിങ്ങൾക്ക് കൊടൈക്കനാലല്ലേ? വിട്ടോ ധൈര്യമായിട്ട്. അല്ല അങ്ങനെ നമുക്ക് ഊട്ടിക്ക് പോകാം ചേട്ടാ. അത് വേണ്ട, നമുക്ക് കൊടൈക്കനാൽ. നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് പറ. ഞങ്ങൾക്ക് ഹണിമൂൺ ആഘോഷിക്കണം. ഹണിമൂൺ ആഘോഷിക്കണം. ഒരാൾക്ക് കൊടൈക്കനാൽ പോകണം, ഒരാൾക്ക് ഊട്ടിക്ക് പോകണം. ഇതെന്തായാലും നടക്കൂല. ഹണിമൂൺ അന്തസ്സായിട്ട് ആഘോഷിക്കണമെങ്കിൽ 108ലേക്ക് നേരെ കയറിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.